സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് ഏഞ്ചൽസിൻ്റെ മെസ്സേജസ് എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഏഞ്ചൽസിന് നമുക്ക് തരാനുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കിയപ്പോൾ ഫസ്റ്റ് കാർഡ് വന്നേക്കണേ ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ്. അപ്പോൾ നിങ്ങൾ മറ്റാരുടെയോ ആരോഗ്യത്തിന് വേണ്ടി ഏഞ്ചൽസിനോട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാൻ പോകണു എന്നുള്ളതാണ് ഈ കാർഡിൻ്റെ മെസ്സേജസ്. അപ്പോൾ ഇവിടെ പറയണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കേഞ്ചൽ റാഫേലിൻ്റെ അസിസ്റ്റൻസ് സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിനോട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യാം. കൂടുതൽ ഹെൽത്ത്ഫുള്ളായിട്ടുള്ള ചോയ്സസ് സ്വീകരിക്കാൻ ഇവിടെ പറയുന്നുണ്ട്. ഹാംഫുൾ ഫുഡ് അതുപോലെയുള്ള സബ്സ്റ്റൻസസൊക്കെ അവോയ്ഡ് ചെയ്യണം. അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസസൊക്കെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം എന്നും കൂടി ഈ കാർഡ് നമ്മളോട് പറയുന്നു. പക്ഷേ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പോവുകയാണെന്നുള്ളത്. അപ്പോൾ നോ നീഡ് ടു വറി. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് റൊമാൻസ് എന്നുള്ള കാർഡാണ്. വളരെ ഡീപ്പായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ്, ലവ് റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഒരുപക്ഷെ ഓൾറെഡി വന്നിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, പീക്സ് ആൻഡ് വാലീസ് ഉണ്ടാവും. അപ്പോൾ കോൺഫിഡൻസ് വിടാണ്ട് മുന്നോട്ട് പോകേണ്ടി വരും. പാസ്റ്റിൽ കുറച്ച് ഡിസഗ്രിമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി ഒരു അപ്വേർഡായിട്ടുള്ള ഒരു കണക്ഷൻ, അതായത് ഒരു ഇൻറ്റിമസി, ഒരു ഡെഡിക്കേഷനൊക്കെ ഈ റൊമാൻസിലുണ്ടാവാൻ പോവാണ്. അതിൽ പരസ്പര ധാരണയായിട്ട് അത് ചിലപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ്, മാരേജ് അല്ലെങ്കിൽ ഒരു റീകമ്മിറ്റ്മെൻറ്റിലേക്കൊക്കെ നയിക്കുന്നതാണെന്നുള്ളതാണ് റൊമാൻസ് എന്നുള്ള കാർഡ് പറയണത്. ഇതാണ് ഇന്നത്തെ ഏഞ്ചൽസിൻ്റെ 2 മെസ്സേജസ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.